BLO 2 പ്രാവശ്യം വന്നതിനോട് നടക്കാൻ പ്രയാസമുണ്ടെങ്കിൽ വീട്ടിൽ വോട്ട് ചെയ്യണം. അല്ല, ഞാൻ ബൂത്തിൽ പോയി വോട്ട് ചെയ്യും. കാരണം CP ജോൺ വോട്ട് ചെയ്യണമെന്ന് എപ്പോഴും കൂടെ. ജോൺ ജയിച്ചു, നന്നായി. UDF പ്രതീക്ഷിച്ചതിനേക്കാൾ കവിഞ്ഞില്ല. കേരളത്തിലൊരു സുനാമി ആചരിച്ച പോലെ ഇത്രയും ഒരു കനത്ത പരാജയം LDF ഉണ്ടാവുന്ന ആരും പ്രതീക്ഷിച്ചിട്ടില്ല. തോറ്റുകിടക്കുന്നവരെ ഞാൻ കുത്താൻ ആഗ്രഹിക്കുന്നില്ല, അവരെ കളിയാക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം UDF ജയിച്ചെങ്കിലും കോൺഗ്രസിന് 1960 വിമോചന സമരത്തിന് ശേഷം ആർശങ്കർ KPC പ്രസിഡന്റ്, PT ചാക്കോ പ്രതിപക്ഷ നേതാവിന്റെ കാലത്ത് 63 സീറ്റാണ്. ആ 63ലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുക. അങ്ങനെ കോൺഗ്രസ്. UDFനാണെങ്കിൽ 102 ചരിത്ര വിജയമാണ്. ഇതിൽ അഭിമാനിക്കുന്നു, ആഹ്ലാദിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ തകർച്ചയിൽ ഞാൻ ഇനി അവർ കുത്തിപ്പരിക്ക് ആഗ്രഹിക്കുന്ന കാരണം ഞാൻ ഒരിക്കലും ഇടതുപക്ഷം തെറ്റായ നടപടികൾ തിരുത്തുന്നതല്ലാതെ തുടർഭരണത്തിന് ശേഷമുണ്ടായ അഹങ്കാരത്തിൻ്റെ അഹന്തയുടെയും എന്ത് ചെയ്താലും ചോദിക്കാൻ ആളില്ല എന്നുള്ള ഒരു തോന്നലും, അതാണ് അവരുടെ പരാജയത്തിൻ്റെ ഏറ്റവും വലിയ കാരണം. പല കാരണങ്ങളും ഏറ്റവും. അതുകൊണ്ട് അവർക്ക് ഇത്തവണ കനത്ത പരാജയമുണ്ടെന്ന് ആഗ്രഹിച്ചു. പക്ഷെ ഇനി അവരെ കുറ്റപ്പെടുത്തി അവരെ പരിക്കേൽപ്പിക്കാൻ ആഗ്രഹിക്കരുത്. കാരണം ഇടതുപക്ഷം കേരളത്തിൽ തകർന്നടിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇടതുപക്ഷം തകർന്നടിഞ്ഞാൽ അത് UDFനും നല്ലതല്ല, കോൺഗ്രസിനും നല്ലതല്ല, മതേതര കേരളത്തിനും നല്ലതല്ല. അതുകൊണ്ട് അവർ പരിശോധിക്കുക, എന്ത് പറ്റി ഇങ്ങനെ ചരിത്രത്തിൽ ഏറ്റവും തോൽവിയാക്കുന്നുണ്ടായി എന്ന് ആലോചിച്ച് തെറ്റ് തിരുത്തി മര്യാദക്കാരായി ജനങ്ങളാണ് യജമാനന്മാർ എന്നുള്ള ബോധത്തോടുകൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. UDFന് ഭരണം വരുന്നു. 10 വർഷം ഭരണമില്ലായിരുന്നു, 10 വർഷം പ്രതിപക്ഷത്തായിരുന്നു. പക്ഷെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഭരണത്തിലേക്ക് UDFനെ ഇതുപോലെ വിജയത്തോട് ഏൽപ്പിച്ച ജനവികാരം മനസ്സിലാക്കണം. ജനങ്ങളെ മറന്ന് പ്രവർത്തിക്കരുത്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയത്തിൽ നിന്ന് UDFകാരും കോൺഗ്രസ്സുകാരും കൂടി പാഠം പഠിക്കണം. അതുകൊണ്ട് യജമാനന്മാർ ജനങ്ങളാണ്. ആ ജനങ്ങൾക്ക് കൂടുതൽ ഇന്നത്തേക്കാൾ ഒരുപാട് ദുരിതങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് യുദ്ധം മൂലം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രയാസം നൽകുന്ന കേരളത്തിലാണ്. കേരളത്തിലെ മിക്കവാറും കുടുംബങ്ങളുടെ പ്രയാസമാണ്. ഗൾഫിൽ തൊഴിൽ നോക്കുന്ന ലക്ഷോപലക്ഷം മലയാളികളുണ്ട്. അതുകൊണ്ട് ഗ്യാസിൻ്റെ വിലക്കയറ്റം, വാണിജ്യ സിലിണ്ടറിൻ്റെ വിലക്കയറ്റം, ഇതെല്ലാം കൊണ്ട് കേരളമാകെ തകർന്നിരിക്കുന്ന കാലഘട്ടമാണ്. സാമ്പത്തികമായി തകർന്നിരിക്കുന്ന കാലഘട്ടം. 2001 ഞാൻ മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തിൽ അധികാരം ഏറ്റെടുത്തപ്പോൾ ക്യാബിനറ്റിനെ കഴിച്ചിട്ട് ഒരു പതിവുണ്ട്, ചായ കുടിക്കുന്ന ഏർപ്പാടുണ്ട്. ചായ കുടിക്കാൻ വേണ്ടി അടുത്തുള്ള കോഫി ഹൗസിലേക്ക് ആളെ അയച്ചപ്പോൾ അവർ പറഞ്ഞു, ഇനി സെക്രട്ടേറിയറ്റിലേക്ക് ചായ തരില്ല, സെക്രട്ടറിക്ക് തരില്ല. കാരണം പൈസ ഒന്നും തരുന്നില്ല. ഈ പ്രയാസമെല്ലാം ഡൽഹിയിൽ പോയി പറയാൻ വേണ്ടി ഞാൻ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഡൽഹിക്ക് പോകാൻ ടിക്കറ്റ് വാങ്ങിക്കാൻ ഇന്ത്യൻ എയർലൈൻസുണ്ട്.
അവരും പറഞ്ഞു ഇനി കേരള ഗവൺമെൻറ്റിന് ടിക്കറ്റ് നൽകില്ല എന്ന് തീരുമാനം. ആ കാലത്ത് നിന്നും സാമ്പത്തികമായി തകർന്നൊരു കാലഘട്ടത്തിൽ നിന്നും കേരളം രക്ഷപ്പെട്ടത് സാമ്പത്തിക അച്ചടക്കം പാലിച്ചുകൊണ്ട് കേരളത്തെ വീണ്ടും സാമ്പത്തിക ആരോഗ്യത്തിലേക്ക് നയിക്കാൻ കഴിഞ്ഞുകൊണ്ടാണ്. അന്ന് ഞാൻ മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തിൽ അന്നാ സർക്കാരിൻ്റെ കാലത്ത് ഒരുപാട് DA കുടിശ്ശികയുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നെല്ലാം ആ സാമ്പത്തിക തലത്തിൽ നിന്ന് കേരളത്തെ രക്ഷിച്ചത് എൻ്റെ സഹപ്രവർത്തകനായ ഏറ്റവും സ്നേഹിക്കുന്ന ഏറ്റവും ബഹുമാനിക്കുന്ന കെ ശങ്കരനാരായണൻ്റെ കൂടെ പ്രവർത്തിച്ച ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരാണ്. അതുപോലെ കേരള ഗവൺമെൻറ് അധികാരത്തിലെത്തുമ്പോൾ ആദ്യത്തെ പ്രയോറിറ്റി കേരളത്തിന് സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതായിരിക്കണം. പിന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ ഗ്യാരണ്ടി വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ സാധിക്കണം. അതിന് പറ്റിയ നല്ലൊരു ഗവൺമെൻറ് ഉണ്ടാകട്ടെ, നല്ല മുഖ്യമന്ത്രി ഉണ്ടാകട്ടെ, നല്ല മന്ത്രിമാരുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രിയെക്കുറിച്ച് അഭിപ്രായം പറയാനോ മന്ത്രിമാരെക്കുറിച്ച് അഭിപ്രായം പറയാനോ ഞാൻ ഇഷ്ടപ്പെടുന്നു. കേൾക്കുന്ന പേരുകളെല്ലാം എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണ്. കേൾക്കുന്ന പേരുകളെല്ലാം എനിക്ക് ഇഷ്ടമുള്ള പേരാണ്. ഞാൻ അതിൽ ആരെയെങ്കിലും പ്രത്യേകമായി നിർദ്ദേശിക്കാൻ ആഗ്രഹിക്കുന്നു. 3 പേരും ഇഷ്ടമുള്ളവരാണ്. കേൾക്കുന്ന 3 പേരാണ്. 3 പേരും ഇഷ്ടക്കാരാണ്. 3 പേരും കഴിവുള്ളവരാണ്, യോഗ്യരാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരാളിലേക്ക് വിരലുണ്ടായി ഞാൻ ആഗ്രഹിക്കുന്നില്ല. നല്ല മുഖ്യമന്ത്രി ഉണ്ടാകട്ടെ, നല്ല മന്ത്രിമാരുണ്ടാകട്ടെ. കേരളത്തിലെ പരിതാപകരമായ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് പെട്ടെന്ന് കയറി പോപ്പുലിസ്റ്റ് നടപടിക്ക് പോകാതെ സാമ്പത്തികമായി തകർച്ചയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാനുള്ള മാർഗം ആദ്യം ആളുകൾ പറയാൻ. ഇപ്പൊ കേൾക്കുന്ന 3 പേരുടെ പേരാണ്. ഇനി പേര് വരുന്ന അപ്പം പറയാം. ഈ കേൾക്കുന്ന 3 പേരും എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്, യോഗ്യരാണ്. അതുകൊണ്ട് ഞാൻ അവരിൽ ആരെയും പ്രത്യേകമായി പരിഗണന നൽകി നിർദ്ദേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എത്ര കൊല്ലമായി ഒരു കൊത്തപ്പുറം തുടങ്ങിയിട്ട്? എത്ര കൊല്ലമായി? കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി മഹാത്മാഗാന്ധി ജീവിച്ച അവസരത്തിലാണ്. 36 സ്വാതന്ത്ര്യ സമയത്തിന് മുമ്പ്, സ്വാതന്ത്ര്യം 35 36 അന്ന് മുതൽ മുഖ്യമന്ത്രി ഇരുന്നപ്പോൾ തർക്കമുണ്ട്. ഗാന്ധിജി ജീവിച്ചിരിക്കുന്ന കാലത്ത് മുഖ്യമന്ത്രിയൊക്കെ തർക്കമുണ്ട്. ഗാന്ധിയും നെഹ്റുവും പട്ടേലും കോൺഗ്രസ് ജീവിച്ച കാലത്ത് പോലും മുഖ്യമന്ത്രിയാകാൻ ഒന്നിലേറെ ആൾക്കാരുണ്ടാകും, തർക്കമുണ്ടാകും. പക്ഷെ ആ തർക്കങ്ങളെല്ലാം ഒരവശബ്ദവുമില്ലാതെ പരിഹരിക്കാൻ ഗാന്ധിയുടെ കാലത്ത്, പട്ടേലിൻ്റെ കാലത്ത്, നെഹ്റുവിൻ്റെ കാലത്ത് കഴിച്ചിട്ടുണ്ട്. ആ പാരമ്പര്യം ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഗാന്ധിജിയുടെ കാലം മുതൽ, സർദാർ പട്ടേലിൻ്റെ കാലം മുതൽ, നെഹ്റുവിൻ്റെ കാലം മുതൽ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച്, മന്ത്രിസഭാ രൂപീകരണത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളും പല പേരും വരാറുണ്ട്. പക്ഷെ എല്ലാം കേട്ടതിന് ശേഷം അന്ന് പാർട്ടിയുടെ ഹൈക്കമാൻഡ് തീരുമാനം പറയും, എല്ലാവരും അനുസരിക്കും. അത്രയേ ഉള്ളൂ കോൺഗ്രസിൻ്റെ ഏർപ്പാട്, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തൊന്നുമില്ല. ഇതൊക്കെ ഇപ്പം കാണുന്നതൊക്കെ ജനാധിപത്യത്തിൻ്റെ ഒരു സുന്ദരമായ വശങ്ങളാണ്. ജനാധിപത്യത്തിന് നിശബ്ദമല്ലല്ലോ. ഓരോരുത്തർക്കും ആഗ്രഹം പറയാമല്ലേ, ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട് പറയാൻ പറ്റില്ല, പറയട്ടെ. ഞാൻ ഒന്നിനെയും നിരോധിക്കാൻ അനുകൂലക്കാരനല്ല. ഹൈക്കമാൻഡ് തീരുമാനം എടുക്കുന്നവരെ ആരെന്ത് പറഞ്ഞാലും ഞാൻ അതിനെ തെറ്റാന്ന് പറയത്തില്ല.